ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതി ചേർത്ത യുവതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. യുവതി വിദേശത്തേക്ക് കടന്നതായി പോലീസ് സംശയിക്കുന്നു. ഇവരുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുവാനാണ് ഇന്നിപ്പോൾ പോലീസിന്റെ തീരുമാനം. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ഈ ദീപകിനെതിരെ ഒരു ലൈംഗിക അതിക്രമ പരാതി അല്ലെങ്കിൽ ഒരു വീഡിയോ ഈ സ്ത്രീ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചിരുന്നു. അതിൽ മനംനൊന്താണ് ഈ ഒരു ആത്മഹത്യ എന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നത്. ചേതൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. ചേതൻ, ഇപ്പോൾ ഇവർ വിദേശത്തേക്ക് കടന്നിരിക്കുന്നു എന്നൊരു അറിയിപ്പാണ്, അല്ലെങ്കിൽ അങ്ങനൊരു സംശയമാണ് പോലീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോവുകയാണ് അല്ലേ? ഇപ്പോൾ നിൽക്കുന്നത് ഈ ആത്മഹത്യ ചെയ്ത ദീപകിൻ്റെ വീടിന് മുൻവശമാണ്. ധാരാളം ആൾക്കാരാണ് ഈ വാർത്ത അറിഞ്ഞ് ഇപ്പോഴും ഈ ദീപകിൻ്റെ വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു നോക്ക് കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. വളരെ ദുഃഖകരമായ സംഭവമാണ് കഴിഞ്ഞ ഞായറാഴ്ച അരങ്ങേറിയത്. ഏതായാലും ഈ വിഷയത്തിൽ ഈ പ്രതിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാവും മലപ്പുറം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധിയുമായ ഷിംജിത മുസ്തഫയ്ക്കെതിരെ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ സംഭവം വിവാദമായതോടുകൂടി ഈ പ്രതിയായ യുവതി ഒളിവിൽ പോയിട്ടുണ്ട്. വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയാണ് പ്രധാനമായും പോലീസ് നോക്കുന്നത്. ഈ യുവതിക്കായി തെരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഈ യുവതി പകർത്താൻ ഉപയോഗിച്ച ഈ മൊബൈൽ ഫോൺ അത് പോലീസ് തേടുന്നുണ്ട്. മറ്റൊന്ന്, ഈ യുവതി പകർത്തിയ ഈ വീഡിയോയുടെ ഒറിജിനൽ ഫുട്ടേജ്. കാരണം ഈ യുവതി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് അത് വക്രീകരിച്ച് എഡിറ്റ് ചെയ്ത വീഡിയോസാണ് ഈ യുവതി പ്രധാനമായും പങ്കുവെച്ചത്. അത് സ്ലോ മോഷനിലാക്കി ആണ് ഈ വീഡിയോ. ഈ പോലീസ് പ്രധാനമായും ഈ ഒറിജിനൽ ഫുട്ടേജാണ് തേടുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാനിവിടെ ദീപകിൻ്റെ വീട്ടിൻ്റെ മുൻവശത്താണ് നിൽക്കുന്നത്. എൻ്റെ ഒപ്പമുള്ളത് ദീപകിനെ വർഷങ്ങളായി പരിചയമുള്ള ദീപകിൻ്റെ മുൻവശത്ത് ഉള്ള അയൽക്കാരനായ ഒരു ചേട്ടനാണ്. അദ്ദേഹത്തിന് എന്താണ് ദീപകിനെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. നിങ്ങൾക്ക് ദീപകിനെ എത്ര കാലമായി അറിയാം? എന്താണ് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? 4 വർഷമായിട്ട് എനിക്കറിയാം. എൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, അത്ര ഡിസ്റ്റൻസിലുള്ള വീടാണ്. ഒരു സാധു മനുഷ്യൻ എന്നുവെച്ചാൽ നമുക്ക് 2 പെൺമക്കളാണ്, പ്രായപൂർത്തിയായ പെൺമക്കളാണ്. അവരോടുള്ള പെരുമാറ്റമാണെങ്കിലും എൻ്റെ വൈഫിനോടുള്ള പെരുമാറ്റമാണെങ്കിൽ അത്ര സഹോദരനെ പോലെയുള്ള പെരുമാറ്റമുള്ള ഒരു പയ്യനാണ്. ഇവൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും നിങ്ങൾ അറിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വീഡിയോ കണ്ടപ്പോൾ നമുക്ക് തോന്നി ഇത് അവളാണ് തെറ്റുകാരി എന്നുള്ളത് മനസ്സിലായി. എന്നിട്ട് നമ്മുടെ അളിയൻ ഇവിടെ വന്നിട്ട്, വൈഫിൻ്റെ അനിയൻ വന്നിട്ട് ഏഷ്യാനെറ്റിന് ഫസ്റ്റ് വിളിച്ചിട്ട് നമ്മളെ വീഡിയോക്കാർ വന്നത്. അത്രയും സാധു മനുഷ്യൻ. അവർ അച്ഛനായാലും അമ്മയായാലും ഭയങ്കര. നിങ്ങളോടുള്ള സമീപനമൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങളോട് നല്ല സമീപനം. നമ്മൾ രാത്രിയൊക്കെ ചിലപ്പോൾ സംസാരിക്കാറുണ്ട്. അങ്ങനെ നല്ല സമീപനം. അങ്ങനത്തെ ഒരു പയ്യനല്ല. ഈ സംഭവം നടക്കുമ്പോൾ അന്ന് നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ല, അന്ന് കണ്ടിട്ടില്ല. ഞങ്ങൾ അന്ന് 2 ദിവസം ചിലപ്പം ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ അവൻ നമ്മൾ കാണാൻ. വ്യാഴം വെള്ളിയാഴ്ച നമ്മൾ കണ്ടിട്ടില്ല അവൻ ചിലപ്പോൾ വീട്ടിൽ വന്ന് വേഗം മേലെ മുകളിൽ കയറിയിരിക്കുക, എന്താണെന്ന് അറിയില്ല. ഒരു പരാതി നാട്ടിലായാലും ഒരു പരാതിയില്ലാത്ത പയ്യന്, നല്ല പാവം പയ്യൻ, ഒരു നിഷ്കളങ്കൻ എന്നൊക്കെ പറയാൻ പറ്റും. അത്രയും പയ്യനാണ്. നമ്മളെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് പൂർണ്ണമായി ഉറപ്പുള്ള കാര്യം. എന്തോ അവൾ കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്ത സംഭവമാണ്. അവൾ വീഡിയോ വൈറലാകാൻ വേണ്ടിയിട്ട് ചെയ്ത സംഭവമാണ്. പക്ഷെ അത് ഇനി അങ്ങനെ ഒരാൾക്കും സംഭവിക്കാതിരിക്കട്ടെ എന്തായാലും. അത് അമ്മേൻ്റെയൊക്കെ സങ്കടം നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അത്രയും അവസ്ഥ. നമ്മളത്രയും ബന്ധം കഞ്ഞേച്ചി എന്നാണ് അവളുടെ അമ്മയുടെ പേര്. കണ്ടു നിൽക്കാൻ പറ്റില്ല, അത്രയും വിഷമമാണ്. ഇനി അവരെങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എനിക്കറിയില്ല. അവൻ്റെ ഒറ്റ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് തന്നെ. നാട്ടുകാർക്ക് ഒപ്പം തന്നെ എല്ലാവർക്കും ദീപകിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം മാത്രമാണ്. വളരെ അച്ചടക്കത്തോടെ ജീവിതം നയിക്കുന്ന വ്യക്തിയൊക്കെയാണെന്നാണ് നാട്ടിലും അതുപോലെ തന്നെ അയൽക്കാരോടൊക്കെ നമുക്ക് അന്വേഷിച്ചപ്പോൾ വ്യക്തമായത്. ഏതായാലും ഈ വിഷയത്തിൽ പ്രതിഷേധം വളരെ ശക്തമാവുകയാണ്. ഈ യുവതിക്കായി പോലീസ് തെരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കി തുടരുകയാണ്. സിന്ധൂരി. ശരി, ചേതനായിരുന്നു ദീപകിന്റെ വീടിന്റെ പരിസരത്ത് നിന്നും അയൽവാസികൾക്കൊപ്പം നമ്മളോട് ചേർന്നത്. ദീപകിനെതിരെ യാതൊരു തരത്തിലുള്ള പരാതിയും ഇന്നേ നാൾ വരെ ഉണ്ടായിട്ടില്ല എന്നാണ് അയൽവാസികൾ പറഞ്ഞത്. തന്റെ ഭാര്യയോട് മറ്റുമൊരു സഹോദരനെ പോലെയാണ് ദീപക് ഇടപെട്ടിരുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കാര്യത്തിന് നടക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു കാര്യം ദീപക് ചെയ്തിട്ടില്ല എന്ന് അവർ വിശ്വസിച്ചിരുന്നു എന്നും പറയുകയാണ്. എന്തായാലും അതിന്റെ പ്രതികരണമായിരുന്നു നമ്മൾ കണ്ടത്.